അമേരിക്കയിൽ നിന്നും നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലായപ്പോൾ മനസ്സിൽ വലിയൊരു സങ്കടം തോന്നി. ഒന്നാമതായിട്ട് ഹസ്ബൻഡിനെ നാട്ടിലാക്കിയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു പോന്നതാണ്. രണ്ടാമത് ജോലിയുള്ള ബ്രദേഴ്സിനെയും ഫാമിലിയെയും ഒരാഴ്ച കൂടി ബുദ്ധിമുട്ടിപ്പിക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴും ശരിക്കും ഒരു വിഷമം തോന്നി. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ആ സങ്കടമെല്ലാം എൻ്റെ പമ്പ കിടന്നെന്നുള്ളതാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമുണ്ടാകുന്ന നിമിഷങ്ങളായിരിക്കും ഇല്ലേ? കാരണം നമ്മളെല്ലാവരും വളരെ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പം പ്ലാനിങ്ങും ഗോൾസും ഒന്നും ഇല്ലാതെ ജീവിച്ചാൽ ഒരിടത്തും അല്ലെങ്കിൽ സക്സസ്സിലെത്താൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഷോർട്ട് ആൻഡ് ലോങ് ടേം ഗോൾസ് അത്യാവശ്യമാണ്. ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം സംഭവിക്കണമെന്നില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ അമിതമായി സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സങ്കടമാകാം, അമിതമാകരുത് എന്ന് മാത്രം. എന്നിട്ട് ആ പ്ലാൻ ചേഞ്ചിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും പദ്ധതി കാണുമെന്ന് വിശ്വസിച്ച് ദൈവം ചെയ്യുന്നത് നമ്മുടെ നന്മയ്ക്ക് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ദൈവം എനിക്ക് കാണിച്ചു തന്ന സംഭവം നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഞാനൊരു ഷോർട്ട് വിസിറ്റിനാണ് അമേരിക്കയ്ക്ക് പോയത്. വന്ന കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നു. തിരിച്ച് നാട്ടിലോട്ട് പോരാനുള്ള ഡേറ്റിന് 2 ദിവസം മുമ്പ് ഒരു ഇമെയിൽ വരുന്നു, എൻ്റെ റിട്ടേൺ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന്. അടുത്ത ഫ്ലൈറ്റ് 9 ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന്. വേണമെങ്കിൽ റീഫണ്ട് തരാമെന്നും പറഞ്ഞു. പക്ഷേ ഓൾറെഡി അമേരിക്കയിൽ വന്നിട്ട് റിട്ടേൺ ഫ്ലൈറ്റിന് മാത്രമുള്ള റീഫണ്ട് വെറും തുച്ഛമായിരിക്കും. അതുകൊണ്ട് ശരിക്കും വിഷമത്തോടെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ വേണ്ട ആശ പറയുന്നു, ആൻറ്റി, നമ്മൾക്ക് വാഷിങ്ടൺ DC-യിൽ സെൻറ്റ് മേരീസ് ബസിലിക്ക ഓഫ് നാഷണൽ ഷ്രൈൻ ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന വിശുദ്ധ ദേവാലയത്തിലെ പെരുന്നാളാണ് May 28-ന്. നമ്മൾക്ക് അവിടെ പോകാമെന്ന്. എനിക്ക് വലിയ സന്തോഷം തോന്നി. വിശുദ്ധ മാതാവിൻ്റെ പള്ളിയിലൊന്ന് പോകാൻ സാധിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമായി കാണുന്ന ഒരാളാണ് ഞാൻ. May 28-നാണ് വാഷിങ്ടൺ DC-യിലെ സെൻറ്റ് മേരീസ് ബസിലിക്ക ദേവാലയത്തിൻ്റെ ദ ഗ്ലോബൽ റോസറി പിൽഗ്രിമേജ് നടന്നത്. അതിനായി ന്യൂയോർക്കിൽ നിന്നും 56 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ബ്രോൺസിലെ ചർച്ചിൽ നിന്നും സ്പെഷ്യൽ ബസ്സിൽ യാത്ര തിരിച്ചു. ഏകദേശം 6 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നെങ്കിലും ഒട്ടും ബോറടിക്കാതെ ഭക്തിനിർഭരമായ റോസറിയും ഒക്കെ ചൊല്ലി വാഷിങ്ടണിലെ സെൻറ്റ് മേരീസ് ബസിലിക്കയിലെത്തി. നമ്മൾ ആ ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾക്കൊരു ശാന്തതയും ദൈവീകതയും അനുഭവപ്പെടും. പച്ചപ്പിൻ്റെ അനന്തമായ വിരിപ്പുകൾ പോലെ മനോഹരമായി കിടക്കുന്ന ലോൺ, ആ ലോണിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കൂറ്റൻ വൃക്ഷങ്ങളും അവയുടെ ഇലകൾക്കിടയിലൂടെ മൃദുവായി ഒഴുകിയെത്തിയ മന്ദമാരുതനുമൊക്കെ ശരിക്കും നമ്മളെ ദൈവസന്നിധിയിലേക്ക് നടന്ന ഒരു അനുഗ്രഹീതമായ യാത്രയായിരുന്നു അത്. ഇത് കാണുന്ന നിങ്ങൾക്ക് പോലും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായില്ലേ? അപ്പോൾ ആ വഴികളിലൂടെ നടന്നപ്പോഴത്തെ ഫീലിങ്സ് പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ സെൻറ്റ് മേരീസ് ബസിലിക്ക അമേരിക്കയിലെ ഏറ്റവും വലിയ കത്തോലിക്ക ദേവാലയമാണ്. ഈ ബസിലിക്കയുടെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, 1846 അമേരിക്കയിലെ ബിഷപ്സ് പരിശുദ്ധ കന്യാമറിയാമത്തെ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന വിശേഷത്തോടുകൂടി അമേരിക്കയുടെ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു. അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ദേവാലയം. ദേവാലയത്തിൻ്റെ നിർമ്മാണം 1920 ആരംഭിച്ചെങ്കിലും 1959 ഇത് പൂർത്തിയാക്കിയത്. ഇന്ന് ഈ ബസിലിക്കയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും പ്രതിനിധീകരിക്കുന്ന 82 ചാപ്പലുകളും പ്രാർത്ഥനാലയങ്ങളുമുണ്ട്. അതുകൊണ്ട് പലരും ഈ ദേവാലയത്തെ അമേരിക്കാസ് കാത്തലിക് ചർച്ച് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. വാഷിങ്ടൺ DC-യുടെ തിരക്കിൽ ഈ ദേവാലയത്തിൽ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ശാന്തത നമ്മളെ വലയം ചെയ്യുന്നത് പോലെ തോന്നി. ഉയർന്നു നിൽക്കുന്ന അതിൻ്റെ ഭംഗിയുള്ള ഗോപുരങ്ങളും പഴയ ശൈലിയിലുള്ള നിർമ്മിതിയും കണ്ടാൽ തന്നെ മനസ്സ് ഒരു നിമിഷം നിശ്ചലമാവും. ഈ ബസിലിക്കയുടെ ചരിത്രം വെറും കല്ലുകളും ചുമരുകളും കൊണ്ട് നിർമ്മിച്ചതല്ല. 100 കണക്കിന് വർഷങ്ങളായി ദൈവമാതാവിനോടുള്ള വിശ്വാസവും സ്നേഹവും പ്രാർത്ഥനകളും ചേർന്നാണ് ഈ ദേവാലയം പണിതുയർത്തിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മനുഷ്യരുടെ പ്രത്യാശയും ഭക്തിയും ഇവിടെ ഓരോ മൊസൈക്കിലും ഓരോ ചാപ്പലിലും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഈ ദേവാലയത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ഒരു കെട്ടിടത്തിലേക്കല്ല, വിശ്വാസത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് പോലെ തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ദേവാലയത്തിലേക്ക് കടക്കുമ്പോൾ ലോകം മുഴുവനും മാറിയതുപോലെ നമുക്ക് തോന്നും. ഉയർന്ന മേൽക്കൂരകളിൽ സ്വർണവും നീലയും നിറഞ്ഞ മൊസൈക്കുകൾ പ്രകാശം പോലെ തിളങ്ങി നിന്നു. അവിടെ കണ്ട ഓരോ ചിത്രവും ഒരു പ്രാർത്ഥന പോലെയും ഓരോ കോർണറും സ്റ്റാച്യൂസും ഒക്കെ ഓരോ കഥകൾ പറയുന്നത് പോലെയും തോന്നി. വിവിധ ചാപ്പലുകളിലൂടെ നടക്കുമ്പോൾ ഓരോ സംസ്കാരത്തിൻ്റെയും ഭക്തിയും വിശ്വാസവും ഒരുമിച്ച് ചേർന്നൊരു ആത്മീയ യാത്രയായി തോന്നി. ആ വിശുദ്ധ ദേവാലയത്തിൽ അർപ്പിച്ച കുർബാന കാണാനും അനുഭവിക്കാനും സാധിച്ചത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. കുർബാനയ്ക്ക് ശേഷം മദർ മേരിയുടെയും ഉണ്ണിയേശുവിൻ്റെയും സ്റ്റാച്യു അനാവരണപ്പെട്ടു. ആ കാഴ്ച
അത്യന്ത ആത്മനിർവൃതി നൽകിയ നിമിഷമായിരുന്നു. മാതാവും ഉണ്ണിയേശുവും നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി ചിരിച്ചപ്പോൾ എല്ലാ ആകുലതകളും പ്രയാസങ്ങളും മാറി. അങ്ങനെ എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതിൽ ഞാൻ അതിയായി സന്തോഷിച്ചു. ഈ പള്ളിയിൽ പോകാനായിട്ട് ദൈവം ഒരുക്കിയ ഒരു നിമിത്തം തന്നെയായിരുന്നു അത്. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും അതും പ്രകാരം നടന്നില്ലെങ്കിൽ ഒട്ടും ആകുലപ്പെടേണ്ട കാര്യമില്ല. ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും.